നീലകണ്ഠൻ, ദേവയാനി എന്ന് പറഞ്ഞ രണ്ട് ക്യാരക്ടേഴ്സിലൂടെയാണ് ഈ ഒരു കഥ ആരംഭിക്കുന്നത്. അപ്പോൾ ഭർത്താവിനാൽ ചതിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് ദേവയാനി. അതുപോലെ തന്നെ സമൂഹത്തിലെ ക്രൂരതകളോട് പൊരുതി മടുത്ത് ഏകാന്ത ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനാണ് നീലകണ്ഠൻ. അപ്പൊ അങ്ങനെയാണ് ഇവര് തമ്മിൽ കണ്ടുമുട്ടുന്നത്. അതിനുശേഷം ഈ മനുഷ്യന്റെ തിന്മകൾ സഹിക്കാൻ വയ്യാതെ ഇവര് ദൂരെ ഒരു കാട്ടിനുള്ളിലോട്ട് മനുഷ്യന്റെ സ്പർശം ഏൽക്കാത്ത ഒരിടത്തേക്ക് മാറി താമസിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഇവര് കാസർഗോഡ് ജില്ലയിലെ എൻമഗജ് എന്നുള്ള സ്ഥലത്തേക്ക് എത്തുന്നത്. അപ്പോ അവിടെ വെച്ച് കഴിഞ്ഞാല് വളരെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ദൈവികതയുള്ള ഒരു ചെറു ഗ്രാമം. അപ്പോ ആ ഒരു ഗ്രാമത്തിന്റെ ഒരു പേര് തന്നെ സ്വർഗ എന്നാണ്. സ്വർഗം തന്നെ നമുക്കറിയാമല്ലോ, വളരെ സമ്പൽ സമൃദ്ധിയുള്ള, വളരെ സാംസ്കാരികമായിട്ടും ഉയർന്നു നിൽക്കുന്ന ഒരു സാധാരണ ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം. അപ്പോ അവിടെ വെച്ച് കഴിഞ്ഞാല് 1976 മുതൽ തന്നെ കശുവണ്ടി പ്ലാന്റേഷൻസ് അവിടെ ഒരുപാടുണ്ട്. അപ്പോ ഈ ഒരു ഉത്പാദന വർധനയ്ക്ക് വേണ്ടിയിട്ട് ഒരു എൻഡോസൾഫാൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എൻഡോസൾഫാൻ എന്ത് ചെയ്തു, ഒരു കെമിക്കലാണ് മനുഷ്യന് ഒരു തരത്തിലും നല്ല രീതിയിൽ ബാധിക്കാത്ത, മോശമായിട്ട് മാറ്റുന്ന ഒരു കെമിക്കലാണ്. അപ്പോൾ ഈ ഒരു കെമിക്കൽ മഴയിലൂടെയും അങ്ങനെയൊക്കെ ഒഴുകി ഈ കോടാമ്പേരി തോടുണ്ടാവും, തോട്, അപ്പോൾ ഈ തോടുകൾ വഴി പുഴയിലേക്ക് എത്തുകയും അങ്ങനെ അത് ആ ഒരു വ്യവസായങ്ങളെ ഉപയോഗിക്കുന്ന ജനങ്ങളിലേക്ക് ഇതിന്റെ ഭവിഷ്യത്തുകൾ എത്തുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ കാസർഗോഡാണ്, ഞങ്ങളടുത്തും ഈ കശുവണ്ടി പ്ലാന്റേഷൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ അവിടെ ഇഷ്ടംപോലെ ഒരുപാട് എൻഡോസൾഫാൻ ബാധിച്ച കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അവരുടെ മുടി നരച്ച കുട്ടികൾ, തല വെളുതായി കിടക്കുന്ന കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികൾ ഇന്നും ഒരുപാടുണ്ട്. അപ്പോൾ ഈ ദേവയാനി നീലകണ്ഠനും അവിടെ എത്തുമ്പോൾ അവർക്കൊരു ഉടമ്പടി ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ മറ്റൊരാൾ വേണ്ട, നീലകണ്ഠന് ദേവയാനി മാത്രം മതി, ഒരു കുട്ടി പോലെ അവരുടെ ഇടയിൽ വേണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ദേവയാനിയുടെ ഗർഭപാത്രം വരെ നീക്കം ചെയ്തിട്ടാണ് അവർ ഈ ഏകാന്തവാസത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഇവർ പോകുന്ന വഴിക്ക് ഒരു വ്രണത്തിൽ മുങ്ങിയ ഒരു ദേവമാസ വ്രണം എന്ന ഒരു കുട്ടീനെ കാണുന്നു. അപ്പൊ അതിന്റെ പേരാണ് പരീക്ഷിത്. പുരാണത്തില് ഉള്ളൊരു പേരാണ്. അപ്പൊ ആ ഒരു പേര് തന്നെ കുട്ടിക്ക് പരീക്ഷിത് എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു കുട്ടിയുടെ അസുഖം മാറ്റാൻ വേണ്ടിയിട്ട് പഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വൈദ്യന്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെയാണ് വൈദ്യന്റെ അടുത്തേക്ക് പോയ ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ കുട്ടിക്ക് മാരകമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അതൊരു ചെറിയ കുട്ടിയല്ല, 7 വയസ്സോളം പ്രായമുള്ള കുട്ടിയാണ്. പക്ഷെ വളർച്ച എന്ന് പറയുന്നത് കൈക്കുഞ്ഞിന്റെ വളർച്ചയാണ്. അപ്പൊ അങ്ങനെ ഇവര് ആ കുട്ടീനെ ചികിത്സിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്കൊക്കെ പോയി. അപ്പൊ അവിടെ നിന്നാണ് ഡോക്ടർ അനന്ത്കുമാർ
പശുക്കുട്ടികളൊക്കെ